ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Unit 4 The Lost Child. Children, here is an interesting story for you. The Lost Child, written by Mulk Raj Anand. This is the story of a little boy who went to a summer fair with his parents. As he explores the fair, he soon gets lost in the midst of people. Want to know what happens next? Let us read the story. മുൽക്രാജ് ആനന്ദ് എഴുതിയ ദ ലോസ്റ്റ് ചൈൽഡ് എന്ന സ്റ്റോറി നിങ്ങളെപ്പോലെയുള്ള ഒരു കുട്ടിയുടെ കഥയാണ്. ഒരു കൊച്ചു പയ്യൻ അവൻ്റെ മാതാപിതാക്കളോടൊപ്പം ഒരു മേള കാണാൻ പോവുകയാണ്, സമ്മർ ഫെയർ. അവിടെ ആ മേള അവൻ വളരെ നന്നായി ആസ്വദിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു മേളയിൽ ഉണ്ടാവുക? ലുക്ക് അറ്റ് ദ പിക്ചർ. ഒരുപാട് ഷോപ്സ് ഉണ്ടാവും. ടോയ്സിൻ്റെയും സ്വീറ്റ്സിൻ്റെയും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടാവും മേളയിൽ. അതെല്ലാം കണ്ട് ആസ്വദിച്ച് നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവൻ ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോവുകയാണ്. പിന്നീട് എന്താണ് ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. ദ സമ്മർ ഫെയർ. ഇറ്റ് വാസ് എ സമ്മർ ഫെയർ. പീപ്പിൾ വാക്ക്ഡ് ടു ദ ഫെയർ ഗ്രൗണ്ട് ത്രൂ ദ നാരോ ലെയിൻ. Some of them walked and some rode on horses. Some others came on bullock carts. ഒരു വേനൽക്കാല മേള നടക്കുകയാണ്. ആളുകളെല്ലാവരും മേള നടക്കുന്ന മൈതാനത്തിലേക്ക് ഇടുങ്ങിയ ആ വഴിയിലൂടെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ചില ആളുകൾ നടന്നാണ് വരുന്നത്, ചിലർ കുതിരപ്പുറത്ത് വരുന്നു, മറ്റു ചിലരാകട്ടെ കാളവണ്ടിയിലാണ് വരുന്നത്. എ ലിറ്റിൽ ബോയ് റാൻ അറൗണ്ട് ഹിസ് ഫാദർ. He was fascinated by toys and stopped to have a close look at them. "Come, child, come," called his father. He hurried to his parents. "I want that toy," he pleaded. His father looked at him, red-eyed. The boy walked away sadly with his parents. ആ കൊച്ചു പയ്യനും മേളയിലെത്തി അവൻ്റെ അച്ഛനു ചുറ്റും ഓടിക്കളിക്കുകയാണ്. അവിടെ കണ്ട കളിപ്പാട്ടങ്ങളെല്ലാം അവനെ വല്ലാതെ ആകർഷിച്ചു. അവൻ അവിടെ നിന്ന് അതെല്ലാം നോക്കുകയാണ്. അടുത്തു ചെന്ന് നിന്ന് കളിപ്പാട്ടങ്ങൾ ഓരോന്നും സൂക്ഷിച്ചു നോക്കുകയാണ്. അപ്പോൾ അവൻ്റെ അച്ഛൻ അവനെ വിളിക്കുന്നു. "കം ചൈൽഡ്, കം." അച്ഛൻ അവനെ വിളിച്ചു. അവൻ ധൃതിയിൽ അവൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് ചെന്നു. "ഐ വാണ്ട് ദാറ്റ് ടോയ്." എനിക്ക് ആ കളിപ്പാട്ടം വേണം. ഹി പ്ലീഡഡ്. പ്ലീഡ് എന്നാൽ അപേക്ഷിക്കുക അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുക. എനിക്ക് ആ കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ അവനെ തറപ്പിച്ചൊന്ന് നോക്കി. ആ കുട്ടി വിഷമത്തോടെ അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നടന്നു നീങ്ങി. വാട്ട് വെയർ ദ തിങ്സ് ദാറ്റ് അട്രാക്റ്റഡ് ദ ബോയ് ഇൻ ദ ഫെയർ ഗ്രൗണ്ട്? മേള നടക്കുന്ന മൈതാനത്തെത്തിയ കുട്ടിയെ ആകർഷിച്ചത് എന്താണ്? ദ ബോയ് വാസ് ഫാസിനേറ്റഡ് ബൈ ടോയ്സ്. എന്താണ്? അവനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് കളിപ്പാട്ടങ്ങളാണ്. The boy was fascinated by toys. If you were there, what would you have asked for? നിങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ പാരൻസിനോട് ചോദിക്കുക? Do you think the child's parents will buy toys for him? ആ പയ്യന് അവൻ്റെ മാതാപിതാക്കൾ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കുമോ? Why did the father look at him red-eyed? കണ്ണു ചുവപ്പിച്ചുകൊണ്ട് എന്തിനാണ് അച്ഛൻ അവനെ നോക്കിയത്? The boy's father looked at him red-eyed because he pleaded for a toy. കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചതുകൊണ്ടാണ് അവനെ അച്ഛൻ അങ്ങനെ നോക്കിയത്. A sweet seller. ഗുലാബ് ജാമുൻ, രസഗുള, ബർഫി,
ജിലേബി, ലഡു, yelled a hawker at the entrance. മേള നടക്കുന്ന മൈതാന കവാടത്തിൽ മധുരപലഹാരങ്ങൾ കൊണ്ടു നടന്ന് വിൽക്കുന്ന ആൾ ഉറക്കെ വിളിച്ചു പറയുകയാണ്. എന്താണ് അയാൾ പറയുന്നത്? ഗുലാബ് ജാമുൻ, രസഗുള, ബർഫി, ജിലേബി, ലഡു. yelled a hawker at the entrance. yelled ഉറക്കെ വിളിച്ചു പറയുക. hawker വ്യാപാരി. he called out at the passers by. മേള നടക്കുന്ന മൈതാനത്തേക്ക് കടന്നു പോകുന്നവരോടൊക്കെ ആ വ്യാപാരി അങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. Many colored sweets decorated with leaves of silver and gold were seen. The child stared open-eyed and his mouth watered. Laddu was his favorite sweet. I want that laddu, he murmured. He knew that his parents would say he was greedy. Without waiting for an answer, he moved on. പല നിറത്തിലുള്ള മധുരപലഹാരങ്ങളുണ്ട്. വെള്ളിയും സ്വർണ്ണ നിറവുമുള്ള ഇലകൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തു വെച്ചിരിക്കുന്നു, അലങ്കരിച്ചു വെച്ചിരിക്കുന്നു. അത് കണ്ടതും ആ കുട്ടി അതിലേക്ക് മിഴിച്ചു നോക്കി. അവന്റെ വായിൽ വെള്ളമൂറി. അവൻ ഏറ്റവും ഇഷ്ടമുള്ളത് ലഡുവാണ്. ഐ വാണ്ട് ദാറ്റ് ലഡു. എനിക്ക് ആ ലഡു വേണം. അവൻ പിറുപിറുത്തു. He knew that his parents would say he was greedy. Without waiting for an answer, he moved on. പക്ഷെ അവൻ എന്താണ് ചെയ്തത്? പതിയെ പിറുപിറുത്തതേ ഉള്ളൂ. അച്ഛനോടും അമ്മയോടും ഉറക്കെ പറഞ്ഞില്ല വേണമെന്ന്. കാരണം എന്താണ്? അത് വേണമെന്ന് അവരോട് പറയുമ്പോൾ അവനറിയാം അവരെന്ത് പറയും. ഇവന് ആർത്തിയാണ്, അത്യാർത്തിയാണ് ഭക്ഷണ സാധനങ്ങളോട് എന്ന് അവർ പറയും. അതുകൊണ്ട് അതിന് കാത്തു നിൽക്കാതെ അവൻ അവിടുന്ന് പതിയെ നടന്നു നീങ്ങി. Why did the boy's mouth water? എന്തുകൊണ്ടാണ് കുട്ടിയുടെ വായിൽ വെള്ളമൂറിയത്? The boy saw many colored sweets and his mouth watered. പല നിറത്തിലുള്ള മധുരപലഹാരങ്ങൾ കണ്ടിട്ടാണ് കുട്ടിയുടെ വായിൽ വെള്ളമൂറിയത്. Why didn't the boy wait for an answer? എന്തുകൊണ്ടാണ് ഒരു മറുപടിക്ക് കാത്തു നിൽക്കാതെ കുട്ടി പോയത്? The boy didn't wait for an answer because he knew that his parents would not buy ലഡു for him. അച്ഛനും അമ്മയും അവന് ലഡു വാങ്ങി കൊടുക്കില്ല എന്നവൻ അറിയാം. അതുകൊണ്ടാണ് അവൻ കാത്തു നിൽക്കാതെ മുന്നോട്ട് പോയത്. Colors far away. A garland of jasmine, a garland of jasmine. A flower seller shouted, I want that garland. The child murmured, but without waiting for an answer, he moved on. അടുത്തത് ആ കുട്ടി എന്താണ് കണ്ടത്? ഒരു ഫ്ലവർ സെല്ലറെയാണ് കണ്ടത്. പൂക്കച്ചവടക്കാരൻ. അയാൾ എന്താണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പൂമാല, മുല്ലപ്പൂമാല, മുല്ലപ്പൂമാല എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. അത് കണ്ടപ്പോൾ കുട്ടിക്ക് ആ മുല്ലപ്പൂമാല വേണം. അവൻ പതിയെ പിറുപിറുത്തു. പക്ഷെ അവിടെയും അവൻ കാത്തു നിൽക്കാതെ മുന്നോട്ട് നീങ്ങി. A man stood holding a pole with yellow, green, red and purple balloons. അടുത്തത് ആരെയാ കണ്ടത്? A man stood holding a pole. ഒരു വലിയ വടി പിടിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ നിൽക്കുന്നു. ആ വടിയുടെ അറ്റത്ത് എന്താണുള്ളത്? മഞ്ഞയും പച്ചയും ചുവപ്പും പർപ്പിളും നിറത്തിലുള്ള ബലൂണുകൾ. The child stood there watching the balloons. അവൻ ആ ബലൂണുകൾ നോക്കി അവിടെ നിന്നു. He wished to have them all. അത് മുഴുവൻ അവന് വേണമെന്ന് തോന്നി. But he knew that his parents would never buy him the balloons. പക്ഷേ അവൻ അറിയാമായിരുന്നു അവന്റെ പാരൻസ് അവന് ബലൂണുകൾ വാങ്ങി നൽകില്ല. എന്താണ് കാരണം? They would say he was too old to play with such things. So he walked on. അവരെന്ത് പറയും? അത്തരം സാധനങ്ങൾ കൊണ്ട് കളിക്കാനുള്ള പ്രായം കഴിഞ്ഞുപോയി എന്നവർ പറയും. അതുകൊണ്ട് അവൻ അവിടെ നിന്നും നടന്നു നീങ്ങി. Will the balloon man give him balloons? ബലൂൺ മാൻ അവന് ബലൂൺസ് കൊടുക്കുമോ? No. Why was the boy sure that his parents would never buy him balloons? പാരൻസ് ബലൂൺ വാങ്ങി തരില്ല എന്ന് കുട്ടിക്ക് ഉറപ്പായിരുന്നു. എന്തുകൊണ്ടാണത്? They would say
He was too old to play with such things. Cries unheard. Suddenly, he heard a creaking sound nearby. Children were roaring with laughter. He ran to that place. Men, women, and children were riding on a giant wheel in a whirling motion. പെട്ടെന്ന് അവനൊരു കിറുകിറേ സൗണ്ട് കേട്ടു. അവൻ ആ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് ഓടി. ചിൽഡ്രൻ were roaring with laughter. കുട്ടികളെല്ലാവരും ആർത്തു ചിരിക്കുകയാണ്. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമെല്ലാം ഒരു ജയന്റ് വീലിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. I want to go on the giant wheel. Please, father, mother, the child pleaded earnestly. എനിക്കും ആ ജയന്റ് വീലിൽ കയറി കറങ്ങണം, പ്ലീസ് അമ്മേ, അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വ്യഗ്രതയോടെ നിൽക്കുകയാണ് കുട്ടി. There was no reply. മറുപടി ഒന്നും കേൾക്കുന്നില്ല. He turned to look at his parents. പെട്ടെന്ന് അവൻ അച്ഛനെയും അമ്മയും തിരിഞ്ഞു നോക്കി. They were not there. അവരവിടെ ഉണ്ടായിരുന്നില്ല. He looked at both sides. അവൻ ഇരുവശങ്ങളിലേക്കും നോക്കി. He could not find them there. അവിടെ എങ്ങും അവരെ കാണാൻ കഴിഞ്ഞില്ല. He looked around. അവൻ ചുറ്റും നോക്കി. There was no sign of them. അവിടെ എങ്ങും അവരുണ്ടായിരുന്നില്ല. Why didn't the child's parents reply to the child's request? എന്തുകൊണ്ടാണ് കുട്ടിയുടെ മാതാപിതാക്കൾ കുട്ടിയുടെ അപേക്ഷയ്ക്ക് മറുപടിയൊന്നും കൊടുക്കാതിരുന്നത്? The child's parents didn't reply to his request because they were not there. അവരവിടെ ഉണ്ടായിരുന്നില്ല. Father, mother, he called aloud. അച്ഛാ, അമ്മ എന്ന് അവൻ ഉറക്കെ വിളിച്ചു. He began to cry in real fear. അവൻ പേടിച്ചു കരയാൻ തുടങ്ങി. Tears rolled down from his eyes. അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഉരുണ്ടു വീണു. He ran hither and thither in all directions. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടി നടന്നു. He didn't know where to go. അവൻ എവിടേക്ക് പോകണമെന്ന് അറിയില്ലായിരുന്നു. Mother, father, he cried. അമ്മേ, അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് അവൻ ഉറക്കെ കരഞ്ഞു. He ran through the crowd. ആ ജനക്കൂട്ടത്തിനിടയിലൂടെ അവൻ ഓടി. Calling out, father, mother. Would he find his parents over there? ആ കുട്ടിക്ക് അവന്റെ പാരൻസിനെ അവിടെ എവിടെയെങ്കിലും കണ്ടെത്താൻ സാധിക്കുമോ? Would anybody help him? ആരെങ്കിലും അവനെ സഹായിക്കാൻ വരുമോ? If you were the child, what would you have done? നിങ്ങളായിരുന്നു ആ കുട്ടിയെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുമായിരുന്നു? A helping hand. A man in the crowd heard his cry. He lifted him up in his arms. How did you get here, child? Whose child are you? The man asked. അവിടെ ഉണ്ടായിരുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ആ കുട്ടിയുടെ കരച്ചിൽ കേട്ടു. അയാൾ അവനെ കൈകളിലെടുത്തു. നീ എങ്ങനെ ഇവിടെ എത്തി കുട്ടി? നീ ആരുടെ കുട്ടിയാണ്? അയാൾ ചോദിച്ചു. The child wept bitterly. I want to see my mother. I want to see my father. The man took him to the merry-go-round to soothe him. Would you like to go for a ride? He asked gently. The child sobbed more bitterly. അച്ഛനെയും അമ്മയും കാണാത്ത ദുഃഖത്തിൽ ആ കുട്ടി വളരെ വിഷമത്തോടെ കരയുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ ആ കുട്ടിയെയും കൊണ്ട് മെറി ഗോ റൗണ്ടിന്റെ അടുത്തേക്ക് പോയി. അവനെ ആശ്വസിപ്പിക്കാനായി അവിടേക്ക് കൊണ്ടുപോയി. നിനക്ക് ഒരു റൈഡ് പോകണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി എന്താണ് ചെയ്തത്? കൂടുതൽ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. I want my mother. I want my father. The man took him near the balloon man. എനിക്കെൻ്റെ അമ്മയെ വേണം, എനിക്കെൻ്റെ അച്ഛനെ വേണമെന്ന് പറഞ്ഞ് അവൻ വളരെ ദുഃഖത്തോടെ കരയാൻ തുടങ്ങി. The man took him near the balloon man. അപ്പോഴാ മനുഷ്യൻ ആ കുട്ടിയെയും കൊണ്ട് ബലൂൺ മാനിന്റെ അടുത്തേക്ക് പോയി. Would you like the rainbow colored balloon? നിനക്ക് ആ മഴവില്ലിന്റെ നിറത്തിലുള്ള ബലൂൺ വേണോ? He asked. അയാൾ ചോദിച്ചു. The child turned his eyes from the flying balloons and continued sobbing. പറന്നു കളിക്കുന്ന ബലൂണുകളെ നോക്കി ആ കുട്ടി മുഖം തിരിച്ചു. പിന്നെയും ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. I want my mother. I want my father. എനിക്കെൻ്റെ അമ്മയെ വേണം, എനിക്കെൻ്റെ അച്ഛനെ വേണം.
The man took him to the flower seller. Look, child, smell those nice flowers. Would you like a jasmine garland? എന്താണ് ചോദിച്ചത്? പൂക്കച്ചവടക്കാരന്റെ അടുത്തേക്ക് കുട്ടിയെ കൊണ്ടുപോയി. എന്നിട്ട് കുട്ടിയോട് പറയുകയാണ്, നോക്കൂ, ഈ പൂക്കളൊന്ന് മണത്തു നോക്കൂ, നല്ല പൂക്കളാണ്. നിനക്കൊരു ജാസ്മിൻ ഗാർലൻഡ് വേണോ? ഒരു മുല്ലപ്പൂമാല നിനക്ക് വേണോ? The child turned his face and continued crying. അവിടെ നിന്നും അവൻ മുഖം തിരിച്ചിട്ട് കരയാൻ തുടങ്ങി. I want my mother. I want my father. എനിക്കെൻ്റെ അമ്മയെ വേണം, എനിക്കെൻ്റെ അച്ഛനെ വേണം. The man took him to the sweet shop. പിന്നെ എവിടേക്കാണ് അയാൾ അവനെ കൊണ്ടുപോയത്? മധുര പലഹാരങ്ങൾ വിൽക്കുന്നിടത്തേക്കാണ് കുട്ടിയെ കൊണ്ടുപോയത്. എന്നിട്ട് എന്ത് ചോദിച്ചു? വാട്ട് സ്വീറ്റ്സ് വുഡ് യു ലൈക്ക് ചൈൽഡ്? മോനെ, നിനക്ക് ഏത് സ്വീറ്റാണ് ഇഷ്ടം? ഹി ആസ്ക്ഡ്. അയാൾ ചോദിച്ചു. The child turned his face away from the sweet shop and sobbed. കുട്ടി എന്താണ് ചെയ്തത്? പലഹാരക്കടയിൽ നിന്നും അവന്റെ മുഖം തിരിച്ചു. അവൻ കരയാൻ തുടങ്ങി, ഏങ്ങലടിച്ചു കരയാൻ തുടങ്ങി. I want my mother. I want my father. എനിക്കെൻ്റെ അമ്മയെ വേണം, എനിക്കെൻ്റെ അച്ഛനെ വേണം. Who tried to console the child? A man tried to console the child. Where did the man take the child to? The man took the child to the merry-go-round. Why did the child refuse the man's offers? എന്തുകൊണ്ടാണ് കുട്ടി അയാളുടെ ഓഫറുകളൊക്കെ നിരസിച്ചത്? The child refused the man's offers because he had lost interest in everything. His only thought was of his parents. He expressed his desire to be with his mother and father. കുട്ടിക്ക് എല്ലാ സാധനങ്ങളോടുമുള്ള ആഗ്രഹം തീർന്നു. അവന്റെ ചിന്ത എന്താണിപ്പോ? അവന്റെ അച്ഛനെയും അമ്മയെയും കുറിച്ച് മാത്രമാണ് അവന്റെ ചിന്ത. അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് പോകണമെന്നാണ് ഇപ്പോഴവന്റെ ആഗ്രഹം. ഈ പാഠത്തിന്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.